Hi, hello and welcome back to our channel My Cooking Stories. ഇന്ന് നമ്മൾ ഒരു റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് ബ്രൗണി ആണ് ഉണ്ടാക്കുന്നത്. അപ്പം റെഡ് വെൽവെറ്റ് കേക്കും അതുപോലെ ചീസ് കേക്കിൻ്റെയും ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രൗണി ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാരയാണ് ആവശ്യമുള്ളത്. 1/2 കപ്പ് പഞ്ചസാര. ഇത്രയും ഇട്ടിട്ട് ഈ പഞ്ചസാര ഇതിലേക്ക് ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്നും ഇങ്ങനെ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിലേക്ക് ഈ ഒരു പൊടിച്ച പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താലും മതി. അപ്പം ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. പഞ്ചസാരക്ക് അത്യാവശ്യം ഇതിൽ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഇനി ചൂട് നന്നായിട്ട് പോയതിന് ശേഷം വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞാനിപ്പോൾ വാനില എസൻസ് ആണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ട് ഈ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാറ്റില കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആകെ 2 ഡ്രൈ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, മൈദയും അതുപോലെ കൊക്കോ പൗഡറും. അപ്പോൾ 1 കപ്പ് മൈദയും അതുപോലെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് അതൊരു വേറെ ബൗളിലേക്ക് മാറ്റി വെക്കാം. ഈ അരിച്ചു വെച്ച ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു ബട്ടറും അതുപോലെ പഞ്ചസാരയും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം, ലംസ് ഒന്നും ഇല്ലാതെ. അപ്പോൾ നല്ലൊരു ചോക്ലേറ്റ് ഈ കളറിലായിരിക്കും നമുക്കൊരു മിക്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് ബ്രൗണി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു റെഡ് കളർ കുറച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കളറാണ് ചേർക്കുന്നത്, പെർമിറ്റഡ് ഫുഡ് കളറാണിത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി വേണം. അപ്പോൾ ഈ വിനാഗിരി ആഡ് ചെയ്യുമ്പോൾ കേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആവാനും നല്ലൊരു ഫഡ്ജി ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണിത്. അപ്പം ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ഒരു നല്ലൊരു നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒക്കെ ആ ഒരു നല്ലൊരു കളർ നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ബ്രൗണീൻ്റെ ബാറ്റർ ഉണ്ടാവുക. അത് അധികം ലൂസായിരിക്കില്ല. പിന്നെ നമുക്ക് ക്രീം ചീസിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ജസ്റ്റ് സ്പാറ്റില കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഇത് മെൽറ്റായിട്ട് വന്നോളും. റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസാണിത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി മറ്റേതിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളും ആഡ് ചെയ്യാം. പക്ഷേ ഫുൾ ആഡ് ചെയ്യുമ്പം ഈ ഒരു മിക്സ് കുറച്ച് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ക്രീം ചീസിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ ഇതുപോലെ ബട്ടർ വെച്ചിട്ട് ഒരു ബേക്കിംഗ് പേപ്പറും വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ ഓവൻ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഒരു മിക്സ് ഞാൻ ഈ ബേക്കിംഗ് ട്രേയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഈ ക്രീം ചീസിൻ്റെ സ്പ്രെഡും കൂടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ കുറച്ച് അണീവൻ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ വെക്കാം. എന്നിട്ട് ഞാനൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്യൂവറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് വരെ നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമുക്കത് നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണിയാണ്. നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ ഒരു ച്യൂയി ടൈപ്പാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു സ്ക്യൂർ വെച്ച് ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ടെക്സ്ചറൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. ഞാൻ ഇതിന് മുന്നേ ഒരു ചോക്ലേറ്റ് ഫഡ്ജ് ബ്രൗണീൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ കാർട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോയും കൂടി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ഈ ബ്രൗണി കട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റെഡ് വെൽവെറ്റ് കേക്കും അതുപോലെ ഈ ചീസ് കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ് ഈ ഒരു റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് ബ്രൗണി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റ്സ് എല്ലാം പറയാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്